ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകൾക്കായി ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, 3-4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഇത് റെഡ് ചില്ലി ക്രഷ് ചെയ്തതാണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, ആവശ്യത്തിന് എണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളകും ചേർക്കാം. നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ക്രഷ് ചെയ്ത റെഡ് ചില്ലിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു സിമ്മിലിട്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. വെള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ നമ്മുടെ കോവയ്ക്ക റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയെല്ലാം നല്ല കോമ്പിനേഷനാണ്. മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. താങ്ക് യു.